നിന്റെ കണ്ണൊന്ന് നിറഞ്ഞല്ലോ. ഇവിടെ ജീവിച്ചു കിടക്കുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത മക്കളുടെ കാലത്ത് മരിച്ചുപോയവരെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, തൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആ മകൻ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉമ്മയ്ക്കും വാപ്പായ്ക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുക്കോ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. ഉമ്മായ്ക്കും വാപ്പായ്ക്കും അൽഹംദുലില്ലാഹ് ഇന്നത്തെ വഅദ് കൊണ്ട് പ്രയോജനം ഉണ്ടായി. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തൂല. മദ്രസയിൽ 2ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാ, ഉമ്മാടെയും ബാപ്പാടെയും മുന്നിൽ നീ ശബ്ദമുയർത്തരുത്, അവരുടെ മുന്നിലൂടെ നീ നടക്കരുത്, അവരുടെ മുന്നിൽ നീ കയറി ഇരിക്കരുത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേയെന്ന് പറയുന്ന വാക്ക് പോലും പറയരുത്. ഇവിടെ ഉമ്മാനെ ചീത്തയാ വിളിക്കണേ. ഉമ്മാനെ തല്ലുന്ന മക്കളുടെ കാലം, ഉമ്മാനെയും വാപ്പാനെയും തല്ലുന്ന മക്കളുടെ കാലം. ഉമ്മായിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിരിക്കുക. ഈ അടുത്തൊരു ഉമ്മ തൻ്റെ മക്കൾ പ്രാന്താണെന്ന് പറഞ്ഞ് പ്രാന്താശുപത്രി കൊണ്ടിട്ടു. എന്നിട്ട് ഉമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചിട്ട് ഡോക്ടറുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്നു, ഉമ്മായിക്ക് പ്രാന്തില്ലാന്ന്. എന്നിട്ട് മക്കൾ പറയാം ഉമ്മായിക്ക് പ്രാന്താന്ന്. ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയെ കബറടക്കാൻ വീടിന്റെ മുന്നിൽ കബറ് കുഴിച്ചിടുന്ന മക്കളുടെ കാലവാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. നിന്റെ വാപ്പാന്റെ മുന്നിൽ ചെറുപ്പക്കാരെ സംസാരിക്കുമ്പോ നേരെ ചുവന്ന് സംസാരിക്കണം. നിന്റെ വാപ്പാന്റെ ശബ്ദത്തിന്റെ മുകളിൽ, നിന്റെ ഉമ്മയുടെ ശബ്ദത്തിന്റെ മുകളിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കുന്നത് മക്കള്. നേരെ തിരിച്ചാ. പണ്ട് മാതാവും പിതാവും പറയും മക്കൾ അനുസരിക്കും. ഇന്നങ്ങനല്ല. മക്കൾ പറയും മാതാപിതാക്കൾ അനുസരിക്കണം. മക്കൾ മാതാപിതാക്കളോട് പറയും വല്ലതും തിന്നിട്ട് ഈ വീടിൻ്റെ അകത്ത് കടന്നോണം, അടങ്ങി ഒതുങ്ങി. അതാ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എൻ്റെ സഹോദര, നിനക്ക് എവിടെന്നാടാ ജോലി കിട്ടിയത്? വായും നോക്കി റോഡിലൂടെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്, നിങ്ങൾക്കൊക്കെ. അന്ന് നമ്മുടെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യും. ഉസ്താദന്മാരുടെ കയ്യിൽ സദക്ക കൊടുത്തിട്ട് പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കും. ഉസ്താദെ, എൻ്റെ മോനൊരു ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അങ്ങനെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്ത് നിനക്കൊരു നല്ല ജോലി കിട്ടി, ഗൾഫിലൊരു ജോലി. ഗൾഫിൽ പോകാൻ നേരത്ത് ഉമ്മ പറഞ്ഞു, മോനെ പേടിക്കണ്ടടാ. കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ് യാത്രയാക്കി ഗൾഫിൽ പോയപ്പോൾ ഇവൻ വിളിച്ചു പറയാ, ഉമ്മ ഇവിടെ ഭയങ്കര ചൂടാ ഉമ്മ, അറബി ഭയങ്കരം, അള്ളാഹുവേ വല്ലാത്തവനാ ഉമ്മച്ചി, ശമ്പളമൊക്കെ കുറവാ ഉമ്മ പറഞ്ഞു, എല്ലാം ശരിയാകും മോനെ, ഞാൻ ദുആ ചെയ്യാം, നീ ഒന്നവിടെ പിടിച്ചു നിൽക്ക്. അവസാനം ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അറബിയുടെ മനസ്സ് വരെ മാറി. നിനക്ക് നല്ല ശമ്പളമായി, നല്ല ജോലിയായി, നീ നല്ല നിലയിലായി. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മോന് സാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുക്കണേ തമ്പുരാനെ, എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. നീ ദുആ ചെയ്തിട്ടല്ല, നിന്റെ ഉമ്മയും ബാപ്പയും ദുആ ചെയ്തു. അങ്ങനെ നല്ല കുടുംബത്തിൽ നിന്ന് നിനക്കൊരു പെണ്ണ് കിട്ടി. അൽഹംദുലില്ലാഹ്, നല്ല സമ്പത്ത്, നല്ല മണമൊക്കെ, സ്വർണ്ണമൊക്കെ ഒരുപാട് കിട്ടി, ജാഗയൊക്കെ ഒരുപാട്. അത് കഴിഞ്ഞു, പടച്ചവനെ നീ അതാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോനൊരു കുഞ്ഞിനെ കൂടെ കൊടുക്കണേ അല്ലാ. ഉമ്മയും ബാപ്പയും ദുആ ചെയ്തു, നിനക്കും മക്കളെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും വീടായി, എൻ്റെ മോക്കൂടൊരു വീട് കൊടുക്കണേ അല്ലാ, എൻ്റെ മോനൊരു വീട് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഈ നാട്ടിൽ ഒരു 2 നിലയുള്ള വീട് നീ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അവസാനം നിന്റെ വീടിന്റെ പാലുകാച്ചലൊക്കെ നടന്നു. ഉമ്മായും വാപ്പായും വീടിന്റെ അകത്ത് കൊണ്ടിരുത്തിയിട്ട് നീ എന്തേ പറഞ്ഞത്? 2 പേരും വല്ലതും തിന്നിട്ട് ഇതിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി കടന്നുകൊള്ളണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്. ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം കണ്ടാൽ ഇത് തലയിലേക്ക് ഇടിഞ്ഞു വീഴാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഉമ്മാനെ ഭരിക്കാൻ വളർന്നില്ല. എത്ര നീ വളർന്നാലും നിന്റെ വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഉമ്മാടെ ജോലി എന്താ?